ഇസ്രായേൽ ഹമാസ് തമ്മിലുള്ള സംഘർഷം 100 ദിവസം പിന്നിട്ട സാഹചര്യത്തിൽ ഗസ മുനമ്പിൽ അടിയന്തര വെടിനിർത്തലിന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആഹ്വാനം ചെയ്തു. സഹായ വിതരണം സുഗമമാക്കുന്നതിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനും വെടിനിർത്തലിന്റെ അടിയന്തര ആവശ്യത്തെക്കുറിച്ച് ഗുട്ടറസ് ഊന്നി പറഞ്ഞു. മതിയായ സഹായം ആവശ്യമുള്ളിടത്ത് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ അടിയന്തര വെടിനിർത്തൽ ആവശ്യമാണ്. ബന്ദികളുടെ മോചനം സുഗമമാകുന്നതിന് ഗസയിലെ സംഘർഷം എത്രത്തോളം നീണ്ടു നിൽക്കുന്നുവോ അത്രയും അധികം വ്യാപകമായ യുദ്ധത്തിന്റെ തീജ്വാലകൾ അണയ്ക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷമുണ്ടായ യുദ്ധം 2.4 ദശലക്ഷം ആളുകളെ ബാധിക്കുകയും ഭൂരിഭാഗം പ്രദേശങ്ങളും നശിപ്പിക്കുകയും ചെയ്തു. ഗസയിൽ ഇതുവരെ 24,100 പേരാണ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ 1,140 പേര് മരിച്ചു. 3 മാസത്തെ പോരാട്ടത്തിൽ ഗസയിലെ ജനസംഖ്യയുടെ ഏകദേശം 85% കുടിയൊഴിപ്പിക്കപ്പെട്ടു. ആളുകൾ അഭയകേന്ദ്രങ്ങളിൽ അഭയം തേടുകയും ഭക്ഷണം, വെള്ളം, ഇന്ധനം, വൈദ്യസഹായം തുടങ്ങിയ ആവശ്യ വിഭവങ്ങൾ ലഭ്യമാക്കാൻ പാടുപെടുകയും ചെയ്തു. വാക്കുകൾക്കപ്പുറം എന്താണ് ഗസയിൽ സാഹചര്യമെന്ന് ഗുട്ടറസ് വിശേഷിപ്പിക്കുകയും ചെയ്തു. എന്തായാലും ബന്ദികളുടെ ഈ ഇത്തരത്തിലുള്ള കൊടും ക്രൂരമായുള്ള കൊലപാതകങ്ങളിൽ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇസ്രായേലിനെതിരെ വലിയ തോതിലുള്ള ഒരു പിടിമുറുക്കം, വലിയ തോതിൽ ഇസ്രായേൽ ജനം തന്നെ ഈ നെതന്യാഹുവിനെതിരെ തിരിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് ഇസ്രായേലിന്റെ നേർക്ക് ഉയർന്നു വരുന്ന ഒരു കൊടുവാളായി അത് മാറുന്നു എന്ന കാര്യത്തിലും സംശയമില്ല. സംഘർഷം ഗസയിൽ നാശം വിതയ്ക്കുകയാണ് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. വ്യാപകമായ ബോംബാക്രമണവും വർദ്ധിച്ചു വരുന്ന ആളപായവും മാത്രമല്ല, മേഖലയിൽ ഉടനീളം അക്രമം വ്യാപിക്കുകയും ചെയ്തു. സമീപകാല സംഭവങ്ങളിൽ ഇസ്രായേലിലെ റനാനിയിൽ നടന്ന കാർ റാമിങ്ങുകളിൽ ആളപായങ്ങൾക്കും പരിക്കുകൾക്കും കാരണമാവുകയായിരുന്നു. ചെങ്കടലിൽ യമനിലെ ഹൂതി പോരാളികൾ ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം വർദ്ധിച്ചു വരുന്ന ഘട്ടവുമുണ്ട്.